എത്രയോ വർഷങ്ങളായി മനുഷ്യൻ അവൻ്റെ വേവിലാദികളുടെ ഗർഭപാത്രത്തിൽ ചുരുണ്ട് കിടക്കാൻ തുടങ്ങിയിട്ട് ഈ വെപ്രാളത്തിനിടയിൽ അവർ ചിരിക്കാൻ മറന്നുപോകുന്നതാണ്. എന്തായാലും നമുക്ക് കുറച്ച് ചിരിക്കാം. മരണക്കളിയിലൂടെ ചിരിപ്പിക്കുന്ന ഇവരുടെ ഇടയിലേക്ക് നമുക്ക് ഒരിത്തിരി നേരം പോയാലോ? എന്താ നായിന്റെ മോനെ? എടാ എന്റെ അച്ഛന്റെ കത്ത് വന്നിട്ടുണ്ട്. അച്ഛന്റെ കത്താ? ആ ബാണം വിട്ട് നിന്റെ അച്ഛനട കണ്ടി. നീ തുണിയും കൊണ്ട് കളിക്കുന്നേ? എടാ നിന്നേ, എടാ അവിടെ നിന്നേ, ഇങ്ങോട്ട് നോക്കുന്ന അതിന്റെ മോനെ. എന്താ അപ്പൊ കത്തോ? എന്താ കത്ത്? നീയല്ലോട് ഒരു കത്തിന്റെ കാര്യം പറഞ്ഞേ. അത് പറയാലോ മുണങ്ങനാച്ചാ വന്നേ. എടാ ഞാൻ കത്തട വെച്ച് നീ അതിന്റെ അച്ഛന്റെ പൂട്ടി ഓടിയാലേ നമുക്ക് വേഗം പോയി എടുക്കാല്ലേ? കിട്ടും കിട്ടും. ഏൽപ്പിച്ചിട്ടായാലും അല്ല പൊങ്കൈ, എന്നാലും നീ എന്തിനാ കത്ത് ആർപ്പിക്കിന്റെ അടുത്ത് കൊടുത്തിനി? പിന്നെ എന്നാക്കട്ടെ, നിന്റെ അച്ഛൻ കള്ളനും നീ പെരുങ്കളനാണെന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. നീ വേണമെങ്കിലേ നമ്മളെ ആപ്പിക്കനോട് ആപ്പിക്കേ എന്തുണ്ട് എടാ കത്തൊന്ന് വെച്ചടാ. ഇവന് കത്ത് കത്തൊന്ന് വായിക്കടാ. കത്ത് പൊട്ടിച്ചാലേ വായിക്കല്. കത്ത് ആർപ്പിക്കിന്റെ മേലില്ലേ? എന്തേ ഇപ്പൊ പൊട്ടിയാ? പൊട്ടിയിട്ട ഇപ്പൊ ശരി. ഇപ്പൊ പൊട്ടി. എന്നാ കത്തൊന്ന് വായിച്ചേ. പ്രിയപ്പെട്ട സതീശനി, ഒരു വെടിക്കട തുടങ്ങിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് നമ്മുടെ കടങ്ങളെല്ലാം വീട്ടാനായിരുന്നു എന്റെ ലക്ഷ്യം. അതിനായി നാട് വിടുമ്പോ നമ്മുടെ വീടിന്റെ ആധാരം കൊണ്ടാണ് ഞാൻ എടുത്തത്. ബാക്കി വായിക്ക്. നാട്ടിൽ കടങ്ങളുടെ ഒത്ത നടുക്ക് നിന്നെ നിർത്തി വന്നതിൽ അച്ഛനോട് ക്ഷമിക്കടാ മക്കളെ. അച്ഛനും മോനും ഒന്നിച്ച് വടിക്കച്ചവടം തുടങ്ങിയെന്ന് നാട്ടുകാര് പറഞ്ഞു നടന്നാൽ അതിന്റെ മോശം നിന്റെ അമ്മക്കല്ലടാ. അതാ ഞാൻ ഇട നിർത്തിയത്. സതീശ, വെടിക്കാരൻ ആളൊരു പൊട്ടനാണെങ്കിലും നിന്നോട് സ്നേഹമില്ലോന. ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം, കേട്ട് ഞെട്ടരുത്. കടം കൊടുക്കുവാനുള്ള നിന്റെ ഊളക്കൂട്ടുകാരന്മാർ തണ്ടികളോട് ഇക്കാര്യം പറയുകയും വേണ്ട. മോനെ, നമ്മളെ വെടിപ്പീടിയും പൊട്ടി. ആധാരം അതുപോലെ തന്നെ ബാക്കിയുണ്ട്. അങ്ങനെ ഭാഗിക്കാൻ വരട്ടെ. ബാക്കി കേട്ടോ, ഞാൻ ഏതായാലും ഈ ആധാരം അമ്പിച്ചെട്ടിയാർക്ക് പണയം വെക്കാൻ പോകുന്നു. എന്റെ പുതിയ അഡ്രസ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നീ വന്ന് സാമിയച്ഛനെ കണ്ടാ മതി, ബാക്കി കാര്യം അങ്ങനെ നോക്കിക്കോളൂ എന്ന് നിന്റെ അച്ഛൻ വെടിക്കാരൻ പരമു. മോനെ, അങ്ങനെ അതും പൂട്ടി മോനെ. ഇതിപ്പോ ഒരു പതിവാണല്ലോ. അല്ല, ഇതിപ്പോ ഒരു പതിവാണല്ലോന്ന്. ഇനി ഞാൻ പോയി വെടിക്കച്ചവടത്തിനുള്ള വഴി നോക്കാം. എന്നിട്ടേ അച്ഛൻ തിരിച്ചു വരുന്നുള്ളൂടാ മോനെ. തിരിച്ചുവരവില്ല. എടാ, നിനക്കൊക്കെ എന്നെ പോലെ ഒന്ന് നന്നായിക്കൂടെ? എന്റെ പൊന്നോ, ഇങ്ങനെ നന്നാവണ്ടോ? പോടാ പോടാ. പോകുമ്പോ ഒരച്ഛനും മോനും കൃഷ്ണന് കൊടുക്കാനുള്ള കടം ഇനി എന്റെ പൊന്നു മോൻ വീട്ടണം. എന്റെ കൃഷ്ണ, നിന്നെ നീ തന്നെ കാക്കണം. അപ്പോ പോട്ടടോ മക്കളെ. കയ്യടി. ചേട്ടാ, ഈ വെടിങ്ങ് പൊട്ടുവോ? പൊട്ടിക്കാ. പൊട്ടിയാ മതി. കണ്ടാ, പോന്ന വൈക്ക് 20 റുപ്യ സ്കീറ്റ് ആവുവന്. കാണുന്നില്ലേ? നീ ഒന്ന് പോയാൽ 20 റുപ്യക്ക് ഒരു ക്വാർട്ടർ പോലും കിട്ടും. ഇതിലും വേദം വല്ല തന്തയില്ലാത്തവന് ജനിച്ചാൽ മതിയായിരുന്നു. അത് സത്യം. പൈസക്ക് ആവശ്യമില്ല ഏതെങ്കിലും കൊടുത്തന്നെ രണ്ടൊന്നിച്ച് വന്നു. ഏതായാലും ഞാൻ പോയി. ഞാൻ ആധാരം കൊണ്ടേ വല്ലതും നടക്കുമോ? നടക്കണം. പോകുന്നു.
കുറച്ചും കൂടെ നീങ്ങിയിരുന്നേ അപ്പൊ നമ്മ എവിടെ വെച്ചിട്ടാ പോന്ന്? നമ്മ സാമീന്റെ അടുത്തേക്ക് സാമീന്റെ അടുക്കൽ? ആ സാമി അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എന്നാ പിന്നെ ഒന്നും പറയണ്ട. ഇതേതൊരു ഈ കുട്ടുന്ന പുരാനെ പോലത്തെ. ഇത് കടിക്കുവാ. പക്ഷെ നീ ഏതായാലും മിണ്ടണ്ട. മുതലാളി, മുതലാളി, അമ്പി മുതലാളി. ആരാ നിങ്ങളൊക്കെ? എന്താ ഈ പാതിരാത്രിക്ക്? നമ്മുടെ പരമുന്റെ ആൾക്കാരാ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വരുമെന്ന് രാത്രിയില്. ഓ, ആ പന്ന പരമുവിന്റെ ആൾക്കാരാ? അതെ മുതലാളി, ഇവൻ തന്നെയാ ആ പന്നന്റെ മകൻ. മുതലാളി, എന്റെ അച്ഛനോട് കയ്യബദ്ധം പറ്റിയ മുതലാളി. മുതലാളി എല്ലാം ഒന്ന് മറക്കണം മുതലാളി. മറക്കണോ? എന്തൊക്കെയാണ് ഞാൻ മറക്കട്ടെ? ഈ ഡയലോഗ് അവനൊരു അത്യാവശ്യം വന്നപ്പോ പണം കൊടുത്ത് സഹായിച്ചതോ, പിന്നെയും വന്ന് കാല് പിടിച്ചപ്പോൾ ആധാരം പണയം വാങ്ങി കാശ് കൊടുത്ത് സഹായിച്ചു. എന്റെ ഈ കൈ കൊണ്ടാ ഞാൻ 5 ലക്ഷം രൂപ എണ്ണി കൊടുത്തു. ഇനിപ്പറ, ഞാനതെല്ലാം മറക്കണം. എന്നാലും മുതലാളി, നമ്മള് പരമാശാന്റെ ഏതാടാ ഈ മാക്രിമോട്? അത് നമ്മളെ പൂങ്കാവി ശശിയാണ് മുതലാളി. പൂത്തതായാലും വേണ്ടില്ല, പൂക്കാത്തതായാലും വേണ്ടില്ല. ഭക്ത, ഓ വിളിച്ചോണ്ട് പോടാ എല്ലാറ്റിനെയും. അല്ല, പാവങ്ങളാ മുതലാളി, അവർക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാ. നിൽക്കേ, ഒരു വഴിയുണ്ട്. അത് ഒരൊറ്റ കൈപ്രയോഗം, വെക്കുന്ന പണത്തിന്റെ 5 ഇരട്ടി കിട്ടും. 5 ഇരട്ടി? എന്താല്ലേ? 5 ഇരട്ടി കിട്ടും. ഒരു മരണക്കളി. മുതലാളി, ഇവൻ കാണാത്ത ഒരു കളിയുമില്ല. അതിഷ്ടായി. ഞാൻ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ തരും. 5 ലക്ഷം? കളി കഴിഞ്ഞു വരുമ്പോൾ 5ഉം 1ഉം 6 ലക്ഷം രൂപ എനിക്ക് തരണം. നടക്കൂല. എന്തിന്? പിന്നെ ആധാരം വേണമെങ്കിൽ അതിന്റെ പൈസ വേറെ. അതേ വിട്ടു. നിങ്ങളെ എനിക്ക് നല്ല വിശ്വാസമായതുകൊണ്ട് 2 ആൾ ജാമ്യം നിൽക്കണം. നീയും ഇവനും ഇവിടെ നിൽക്ക്. അയ്യോ, എനക്ക് പറ്റില്ല, എനക്ക് അമ്പലത്തിൽ പോണം. അമ്പലമായാലും ശരി, പള്ളിയായാലും ശരി, ഒരുത്തനും ഇവിടം വിട്ടു പോവില്ല. നടക്കണം അങ്ങോട്ട്. നീയും സൈഷ, വാടാ. സൈഷ, സതീശ, ദാ സൈഷ. സൈജ, വാടാ, ഇങ്ങോട്ട് പോ. സൈജ. അമ്പിന്റെ വേണമെന്ന് പറഞ്ഞു. സമ്മതിച്ചു. ഡീൽ. ഞാൻ ഇപ്പൊ വരാം. അവിടെ നിൽക്ക്. ദാ നിന്റെ പൈസ. പൈസ ഇതാണ് കോഡ്, അമ്പിയുടെ കോഡ്. ഇതാ കോഡ്? എന്താടാ? ഇതിലെന്ത് കോഡാണ്? വിട്ടോ വിട്ടോ. ശരി മുതലാളി. എന്നാ ശരി, സൂക്ഷിച്ചോ. പോകുന്നത് തുരുമ്പം കുന്നിലേക്കാ. വന്നേ. അതിനെന്താ എന്നെ പിടിച്ചു വിളിക്കുന്ന? എന്നാ നീ ഇവിടെ വിളിക്കുന്ന? നീ വന്നേ. അത് എത്തണ്ടേ അറിയാം. സഹിച്ചാ നമ്മളെ സഞ്ചി അടിയല്ലേ? അണ്ടർഗ്രൗണ്ടിൽ ആ, ഞാൻ പഠിപ്പിച്ചാ നീ മറന്നില്ല അല്ലേ? ഇങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ല, അമ്പി ഒന്നും മാപ്പ് പ്രകാരം വഴി ഇതിലെ കൂടാ. ആരുടെ കൂടാ? അമ്പീന്റെ കൂടാണ്. എന്നാ വാ. അല്ലടി, ഇത് തുരുമ്പുന്നിൽ താഴെ ഇത്. ഏതായാലും നടക്ക്.
അമ്പിയുടെയോ പാപ്പന്റെയോ? അമ്പിയുടെ. കോഡ് കാണിക്ക്. കോടുണ്ട് കോടുണ്ട്. എന്താണ് ഇന്ന് പരുങ്ങുന്നത്? കോഡ് കാണിക്കടാ. കാണിക്കടാ, കോട് കാണിക്കടാ. നല്ലോണം വിശന്നപ്പോ. എന്തു വാടേ ഇത്? എന്നാ തന്നെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വെച്ചോളാം. നിന്നെ കൊണ്ട് തോറ്റലടാ. എന്നാ സ്ഥലം? എന്തൊരു ദുരന്തം തുടങ്ങി. ഞാൻ കുറച്ച് തന്നിട്ടു. പിന്നെ അല്ലാണ്ട് ഞാനാ ചെലപ്പായിരിക്കും. കോഡ് തെറ്റിച്ചേരാതിരുന്നാല് തുരുമ്പുങ്ങൊന്നും കേറിയിട്ടില്ല. സതീശ, ആ എന്തായാലും ബോസ് തീരുമാനിക്കട്ടെ നിന്റെയൊക്കെ മരണക്കളി. കമാൻ. സതീശ, പൈസ നോക്കണേ. തുള്ളി തുള്ളി പോന്നെയാണ്. ഞാൻ നോക്കണം. ആരാടത്? എന്നോട് പറഞ്ഞല്ലടാ മരണക്കളി തോറ്റവരെയാണ് വേണ്ട. ജീവിക്കാൻ വേണ്ടി കളി കളിക്കും മക്കളെ. പക്ഷെ ഈ മരണക്കളി കളിക്കരുത്. അവസ്ഥയാവും നിങ്ങൾക്ക്. സതീശ, തിരിച്ചു പോയാലോ? പമ്പിയോ? നീ വാ. തോറ്റോണ്ട അവസ്ഥ ഇതാണ്. നമ്മളെ അവസ്ഥ എന്താവോ ദൈവത്തിനറിയാം. നീ വാ, ഏതായാലും ഇറങ്ങി. ഏതാണ് ഈ കറുത്ത മാൻഡ്രേക്ക്? നീ ഒന്നും ഉണ്ടാണ്ട് നടന്നു. This way. സൂക്ഷിക്കണം. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. മെല്ലെ മെല്ലെ മെല്ലെ. നീടന്നേ. ഇതിലെ അല്ല അതിലെ. ഓക്കെ സോറി. അടക്ക് വന്ന പോലെ വിട്ടോ. ഡാ അവനൊന്ന് കുറച്ച് വഴക്കാൻ പറ. അടുത്ത മരണക്കളിക്കുള്ള കാടൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാ വെക്കുന്നേ? നിങ്ങൾ നടക്ക്. നിൽക്കാൻ പറ്റില്ല. നടക്ക് 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 നടക്ക്. അത് ബോസിന്റെ പ്രൈവറ്റ് ഏരിയ ആണ്. മൊത്തം പ്രശ്നങ്ങളെ. മത്തങ്ങ തലയാ ഉരുണ്ട് കളിക്കാണ്. ഞാൻ കേറടാ. എന്തുവാണ് ഇത്? കുട്ടിയാണ് പെരങ്ങുന്നതാ. എന്ന് ഞാൻ കേറടാ. സൈഷ ബീറില്ല. ബിയർ വില്ലല്ല, ബിയേർഡ് വില്ല. ഇത് തുരുമ്പുങ്ങുന്ന സാത്താന്റെ ഇടമാണ്. ബോസ് അവർ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് നിൽക്ക്. ബോസ്, കോഡിൽ ചെറിയ എററുണ്ട്. तुरमन गुंद में लग के झूठ बोल के वापस जाने के लिए सोचा, कुत्ते का बच्चा। ബോസേ ബോസേ ബോസേ, നോക്ക് നോക്ക്, കോടൊക്കെ കരട്ടാ. പാവങ്ങളാ, വിട്ടേക്ക്. ഓക്കെ 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 ബോസ്, അപ്പൊ കളി തുടങ്ങാല്ലേ? ഓഫ് കോഴ്സ് തുടങ്ങട ജിംബ്രുട്ടാ. എടാ രമണ, യെസ് ബോസ്. പിള്ളേർക്ക് കളിയുടെ നിയമം പറഞ്ഞു കൊടുക്കടാ. ഓക്കെ ബോസ്. ഇത് ചരമക്കോളം. മരിച്ചവരുടെ പേരും അഡ്രസ്സും വിഷയമേ അല്ല, വയസ്സിലാണ് കാര്യം. നിങ്ങൾക്ക് കിട്ടുന്ന കാർഡിലെ വയസ്സുകളുടെ തുക ആർക്കാണോ കൂടുതൽ അവരാണ് ഈ മരണക്കളിയിലെ വിജയി. മറക്കണ്ട, ഈ കളി CCTV നിരീക്ഷണത്തിലാണ് എന്ന് രമണൻ ഒപ്പ് കുത്തെ കുത്ത്. ബാക്കി നീ പറയൂ. നിങ്ങൾ എത്ര കൊണ്ടുവന്നു? 5 ലക്ഷം. അപ്പൊ ജയിച്ചാൽ 25 ലക്ഷം കിട്ടും. അപ്പൊ തോറ്റാലോ? തോറ്റാൽ ഉണ്ട കിട്ടും, ഉണ്ട. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? എന്നാ ഞാൻ മരണപ്പെട്ടി എടുത്ത് വരാം. മരണപ്പെട്ടി? ശവപ്പെട്ടിയായിരുന്നു, ശവപ്പെട്ടി. ഇനി തമാശക്ക് ചിരിച്ചോണ്ടാമ. പോപ്പിൻസ്. ബോസ് പോപ്പിൻസ്
waited and waited with flowers in my arms for the dream I'd created. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മരിച്ച ഇവരുടെ വയസ്സാണ് കളിയുടെ തുറുപ്പുചീട്ട്. യെസ്, വി ആർ ഓൾവേസ് ഫ്രഷ്. ഓഹോ. ജിംബ്രൂട്ടാ, നീ എന്നെ തുടങ്ങേ. യെസ് ബോസ്. ബോസ്, മാമലയിലെ കരുളുറച്ച മനുറച്ച യൗവനത്തിൻ കൂട്ടമിതാ, യൗവനത്തിൻ കൂട്ടമിതാ. യേശു ശിവന് നദിച്ചൊന്നായൊരു കൂട്ടമിത, കൈകോർത്തവർ ഒരു പാട്ടമിതാ. ഇന്നാകും നേരമിതാ, ഇടതുറച്ച് നേടിടാം, വലതുറച്ച് നേടിടാം. താളമിട്ട് കുടിയേർത്തി തട തകർത്ത് പടമൊരുതി മരണപ്പട പായും നേരം, വമ്പൻ പട വീഴും നേരം, മരണക്കളി പാടും നേരം നേടിട ഞങ്ങൾ. മരണപ്പട പായും നേരം, വമ്പൻ പട വീഴും നേരം, മരണക്കളി പാടും നേരം നേടിട ഞങ്ങൾ. കളി 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 മരണം കളി ഇടി കടലിരമ്പു വേഗത്തിൽ അണിനിരന്നു വന്നാൽ. കളി 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 മരണം കളി ഇടി മിന്നൽ ഇടി കടലിരമ്പു വേഗത്തിൽ അണിനിരന്നു വന്നാൽ. തുടിയേറും പകയോടെ കളി മാറും കളി മാറും കളി മാറും കളി മാറും കൊടിപൂരം ഇവിടെ. ഇത് നമ്മുടെ അവസാനത്തെ കാർഡാണ്, നിങ്ങളുടെയും. ബാക്കിയുള്ളത് എണ്ണിക്കോ. കളി മാറും കൊടിപൂരം ഇവിടെ. കളി 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 മരണം കളി ഇടി എടിത് അവസാനത്തെ കാർഡാണ്, നല്ലോണം പ്രാർത്ഥിച്ചു. ബോസേ, ഇത് ഹയസ്റ്റ് സ്കോറാണ്, 487. ഞങ്ങളുടെ 487. നിങ്ങളുടെ എത്ര? ഈശ്വരാ, മുത്തപ്പ, ജീവിതത്തിലെ അവസാനത്തെ പിടിവിലാണ്, കാത്തോളേ. നമ്മ ജയിച്ചേ. നോ ജിംബ്രൂട്ടോ, തോൽവി തോൽവി തന്നെയല്ലേ. യു ഗെറ്റ് ദ മണി. വാവച്ച, അവരുടെ കാർഡ് ചെക്ക് ചെയ്യടാ. ശരി ബോസ്. ഓക്കെ ബോസ്, Okay. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. കല്ലെറിയൽ എന്റെ കളി പോയി. പുതിയൊരു പുലരിതരണാങ്കണത്തിൽ സ്വർണ്ണത്തേരിലേറിപ്പോകാം. കനവുകളെല്ലാം നേടിയെടുത്ത് വാനിൽ വർണ്ണപ്പറവകളാകാം. മനമെന്നൊരു നിറസാഗരം, അതിലാരെ നാം തിരയുന്നു. ഓർമ്മകളിൽ ഞാനെരിയുന്നു, ചുടുകണ്ണീർ കവിളിൽ തിരയാകുന്നു. പോരാടാം കൈകോർത്ത് നേടിടാം സ്വപ്നങ്ങൾ, പോരാടാം കൈകോർത്ത്
പുലരിതനാങ്കണത്തിൽ സ്വർണ്ണത്തേരിലേറിപ്പോകാം. കനവുകളെല്ലാം നേടിയെടുത്ത് വാനിൽ വർണ്ണപ്പറവകളാകാം. കാലം എഴുതും കാവ്യത്തിൻ ഒരു നവയുവ പോരാളികളായി. കാലം എഴുതും കാവ്യത്തിൻ ഒരു നവയുവ പോരാളികളായി. പുതിയൊരു പുലരിതനാങ്കണത്തിൽ സ്വർണ്ണത്തേരിലേറിപ്പോകാം. കനവുകളെല്ലാം നേടിയെടുത്ത് വാനിൽ വർണ്ണപ്പറവകളാകാം. സൈജ, ഇത്രയും പൈസ കിട്ടി എനിക്കെന്തോ ഒരു സന്തോഷമില്ലാതെ. എന്നാ നിന്റെ പ്രശ്നം നീ എന്നോട് പറ. എന്നാ പ്രശ്നം? എടാ നീ ഇത് കണ്ടിട്ട് പറ. ഇത് കണ്ടിട്ട് ഞാൻ ചിരിക്കണോ അതോ കരയണോ? നിന്റെ അച്ഛനല്ലേ? ജീവിതത്തിൽ എന്നെ കടം കൊണ്ട് തോപ്പിച്ച എൻ്റെ അച്ഛൻ ഇപ്പം ഞാൻ അങ്ങേർക്ക് കിടക്കാരനായി. അച്ഛനായിട്ടുണ്ടാക്കിയതൊക്കെ അച്ഛൻ തന്നെ തീർത്തു. ഇനി എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്വപ്നത്തിന് വേണ്ടി ജീവിക്കണം. ഇവിടെ കുടുക്ക് സതീശൻ അവൻ്റെ പ്രതിസന്ധികൾ പതറാതെ യാഥാർത്ഥ്യത്തിലേക്ക് തന്നെയാണ് നടന്നു കയറിയത്. പൂങ്കായി ശശിയോ കൂടുതൽ മണ്ടത്തരങ്ങളുമായി സതീശൻ്റെ കൂടെ തന്നെയുണ്ട്. പക്ഷെ ഇവരുടെ കഥ ഇവിടെ തീരുന്നില്ല. സംഭവിച്ചതെല്ലാം നല്ലത്. ഇനി സംഭവിക്കാൻ പോകുന്നതോ അതും നല്ലതിന്. സംഭകാമി യുഗോ യുഗോ.